السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മദ്രസ ഉസ്താദുമാരെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന അർദ്ധവാർഷിക പരീക്ഷ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. എല്ലാവരും സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വാർഷിക പരീക്ഷയുടേത് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് പലരും ബന്ധപ്പെടുന്നു. അർദ്ധവാർഷിക പരീക്ഷയുടേത് നടത്തിയതുപോലെ തന്നെ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോരൊന്നും കൃത്യമായി പറഞ്ഞു തരണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ വാർഷിക പരീക്ഷ അടുത്തിരിക്കുകയാണ്. അതിന് രജിസ്റ്റർ ചെയ്യേണ്ട രൂപമാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഗൂഗിൾ സെർച്ചിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ ഈ കാണുന്ന രീതിയിലുള്ള ഒരു മെനു ആയിരിക്കും വരിക. ഇതിൽ ലോഗിൻ എന്ന് കാണുന്ന ഈ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വരാൻ പോകുന്നത് ഇത്തരം ഒരു ഡാഷ്ബോർഡായിരിക്കും. ഈ ഡാഷ്ബോർഡ് നേരത്തെ ഉണ്ടായിരുന്ന ഡാഷ്ബോർഡിൽ നിന്ന് ചെറിയ ഡിസൈനുകളൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വ്യൂ റിസൾട്ട്സ്, അപ്ലൈ ഫോർ വാല്യുവേഷൻ എക്സാമിനർ രണ്ടാമത്തെ ഇങ്ങനെ കാണാം. സാന്ദർഭികമായി പറയട്ടെ, പൊതുപരീക്ഷയ്ക്ക് പേപ്പർ നോക്കാൻ ഉദ്ദേശിക്കുന്ന, വാല്യുവേഷന് പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുറഞ്ഞ സ്റ്റെപ്പുകളിലൂടെ പോയാൽ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും സെൻറ്റർ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പിന്നെ ന്യൂ അഡ്മിഷൻ ആൻഡ് പ്രൊമോഷനാണ്, വ്യൂ ഓൾ അഡ്മിഷൻസ് ആണ്, മുഅല്ലിം രജിസ്റ്റർ ആണ്, വെരിഫൈ അഡ്മിഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ലാസ്റ്റ് കാണുന്ന അപ്ലൈ ഫോർ എക്സാമിനേഷൻ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യേണ്ടത്. പറയട്ടെ, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ വ്യൂ ഓൾ അഡ്മിഷൻസ് എടുത്തുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള കുട്ടികളിൽ ഏതെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത ശേഷം വലതുഭാഗത്ത് ക്യാൻസൽ, ഏത് കുട്ടിയെയാണോ ക്യാൻസൽ ചെയ്യേണ്ടത് ആ കുട്ടിയുടെ വലതുഭാഗത്ത് ക്യാൻസൽ എന്നുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊസീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഡിലീറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ നിലവിലില്ലാത്ത കുട്ടികളെ, ഒഴിഞ്ഞുപോയ കുട്ടികളെ, അഡ്മിഷൻ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്ത കുട്ടികളെ ഇതിൽ നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന വിഷയങ്ങൾ തന്നെ പറയാം. താഴത്ത് കാണുന്ന ഈ ഐക്കൺ അപ്ലൈ ഫോർ എക്സാമിനേഷൻ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മെനു ആയിരിക്കും ഓപ്പൺ ആവുക. ഇതിൽ എക്സാം ആപ്ലിക്കേഷൻ ആൻഡ് ഫീ പേയ്മെൻറ്റ് എന്ന് കാണാം. സെലക്ട് എക്സാമിനേഷൻ എന്ന് കാണാം. അവിടെ എക്സാം ഏതാണെന്ന് നാം സെലക്ട് ചെയ്യണം. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ 3 ഓപ്ഷനാണ് കാണാൻ കഴിയുന്നത്. പബ്ലിക് എക്സാമിനേഷൻ, അടിയിലത്തെ ആനുവൽ എക്സാം, അടുത്തത് ഹാഫ് ഇയർലി എക്സാം. ഹാഫ് ഇയർലി എക്സാമിൻ്റേത് കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ആനുവൽ എക്സാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നടുവിൽ കാണുന്ന ആനുവൽ എക്സാം 2021-22 ജനറൽ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ എക്സാം 2021-22 രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് തുറന്നു വരുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ട വിദ്യാർത്ഥികളെ ഏഡ് സ്റ്റുഡൻറ്റ് ഫ്രം അഡ്മിഷൻ രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള വിദ്യാർത്ഥികളെ മാത്രം സെലക്ട് ചെയ്ത് ഏഡ് ആൻഡ് സേവ് ക്ലിക്ക് ചെയ്യുക. എല്ലാ ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ ഈ രൂപത്തിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഏറ്റവും അടിയിൽ കാണുന്ന പ്രൊസീഡ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ, ഇവിടെ സെൻട്രലാണ് കാണുന്നത്, ആ സെൻട്രൽ കാണുന്ന ആ ഐക്കൺ ക്ലിക്ക് ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഓൾ ക്ലാസ്സസ് ഗെറ്റ് സ്റ്റുഡൻസ് എന്നൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടി താഴോട്ട് പോയാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏഡ് സ്റ്റുഡൻറ്റ് ഫ്രം അഡ്മിഷൻ രജിസ്റ്റർ എന്ന ഒരു വയലറ്റ് കളറിലുള്ള ഒരു ഐക്കൺ കാണാം. അതിൻ്റെ നേരെ താഴെ പ്രൊസീഡ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഒരു ഐക്കണും കാണാവുന്നതാണ്. അതിൻ്റെ താഴെ ബൾക്ക് ഡിലീറ്റ് സ്റ്റുഡൻറ്റ് എന്നും കാണാം. നമ്മളിത് ഏറ്റവും മുകളിലുള്ള അത് ക്ലിക്ക് ചെയ്യണം. അത് ഏഡ് സ്റ്റുഡൻറ്റ് ഫ്രം അഡ്മിഷൻ രജിസ്റ്റർ.
അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നതുകൊണ്ട് എല്ലാ ക്ലാസ്സിലെയും കുട്ടികളുടെ പേരാണ് ഇവിടെ വരുന്നത്. അത് ഏറ്റവും മുകളിലുള്ള സീരിയൽ നമ്പറിൻ്റെ ഇടതുഭാഗത്തുള്ളത് ക്ലിക്ക് ചെയ്താൽ എല്ലാ കുട്ടികളും സെലക്ട് ആയിരിക്കും. ഇതിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ 110 കുട്ടികളെ ഇതിലിപ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. കാരണം ഇതിൽ പൊതുപരീക്ഷയുടെ ക്ലാസ്സുകൾ 7, അതുപോലെ 5, 10, 12 ക്ലാസ്സുകൾ ഒരിക്കലും ഇതിൽ കാണുകയില്ല. അത് പൊതുപരീക്ഷയുടെ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അല്ലാത്ത കുട്ടികൾ 110 കുട്ടികളാണുള്ളത്. എല്ലാവരുടെയും അപേക്ഷിക്കാനാണെങ്കിൽ നമുക്ക് ഇത് ഒരുമിച്ച് കൊണ്ട് തന്നെ ഏറ്റവും അടിയിൽ കാണുന്ന ആഡ് ആൻഡ് സേവ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളെല്ലാം തന്നെ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത്രയും കുട്ടികളെ ആഡ് ചെയ്ത സ്ഥിതിക്ക് ഈ കുട്ടികളൊക്കെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഓൾ ക്ലാസ്സസ് എന്ന ഈ ഐക്കൺ മാറ്റിയിട്ട് അവിടെ 1 എന്നടിച്ചാൽ അവിടെ 1-ാം ക്ലാസ്സിലുള്ളത് മാത്രം വരും. അങ്ങനെ നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ 1-ാം ക്ലാസ്സിലേതാണെങ്കിൽ ഇവിടെ 1 എന്നടിച്ച ശേഷം ഗെറ്റ് സ്റ്റുഡൻറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് താഴോട്ട് പോയാൽ ഇതാ 1-ാം ക്ലാസ്സിലെ കുട്ടികൾ 16 കുട്ടികളുടെയും ഇവിടെ പേര് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇത്രയും കുട്ടികളെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾ ആഡ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇവരെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഓരോ ക്ലാസ്സും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഓൾ എന്ന് അടിച്ചാൽ എല്ലാ കുട്ടികളും വരും, എല്ലാ ക്ലാസ്സും ഇങ്ങനെ വരും. എല്ലാ ക്ലാസ്സിനെയും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഗെറ്റ് സ്റ്റുഡൻസ് എന്ന് കൊടുക്കുമ്പോൾ എല്ലാ സ്റ്റുഡൻസും ഇവിടെ വരും. അപ്പോൾ നമുക്ക് എല്ലാവരും വേണം എന്നാണെങ്കിൽ എല്ലാ കുട്ടികളെയും ആരും ഒഴിവാക്കേണ്ടതില്ലെന്നാണെങ്കിൽ നമുക്കിവിടെ ഈ സീരിയൽ നമ്പറിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഒരിക്കൽ തൊട്ടാൽ ഒരു ടച്ചിന് അത് സെലക്ട് ആവുന്നതാണ്. വീണ്ടും ടച്ച് ചെയ്താൽ സെലക്ഷൻ ഒഴിവാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കുട്ടികളിൽ നിന്ന് പരീക്ഷയിൽ ഇരിക്കുന്നില്ല എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് ആ കുട്ടിയെ മാത്രം നോക്കിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺസെലക്റ്റ് ആവുന്നതാണ്. ഇങ്ങനെ സെലക്റ്റും അൺസെലക്റ്റും ആവുന്നതാണ്. അങ്ങനെ എല്ലാ കുട്ടികളെയും നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് പ്രൊസീഡ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികളെല്ലാം തന്നെയും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ ഒരുമിച്ച് തയ്യാറായി കഴിഞ്ഞു. നോക്കാം, നമുക്കിവിടെ പ്രൊസീഡ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. നോക്കുക, ഇവിടെ എല്ലാ കുട്ടികളെയും നമ്മൾ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ താഴ്ഭാഗത്ത് കൊടുക്കുന്നത്. 1-ാം ക്ലാസ്സിൽ 16, ആ 16-ൽ 8+8 ആണ്. 208 രൂപ ടോട്ടൽ എമൗണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് കൃത്യമായിട്ട് ഓരോ ക്ലാസ്സിൻ്റെയും ക്യാഷുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായി ഇത്ര രൂപ അടക്കണമെന്ന കണക്കും ഇവിടെ കാണിക്കുന്നുണ്ട്. സെക്രട്ടറിയുടെ പേരും സദർ മുഅല്ലിമിൻ്റെ പേരും ഇവിടെ കാണാം. എല്ലാം നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ മൊത്തം നമ്മളിത് സബ്മിറ്റ് ചെയ്തു. സബ്മിറ്റ് ചെയ്തതോടുകൂടി സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടിക്ക് മാർക്കും ഈ ചിഹ്നവും വന്നു കഴിയും. എക്സാം ആപ്ലിക്കേഷൻ ഫോം ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അവിടെ നമുക്ക് ഓക്കെ എന്ന് അടിച്ചു കൊടുക്കുന്നതോടുകൂടി ആ പണി അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ പ്രിൻ്റ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ, ഒന്നുകിൽ പ്രിൻ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി അപേക്ഷ ഫോം നമുക്ക് വേണമെങ്കിൽ അവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ അപേക്ഷയുടെ കോപ്പി നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻ്റ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ടച്ച് ചെയ്യേണ്ടത്. അടിയിൽ വല്ല തിരുത്തും വരുത്തേണ്ടതുണ്ടെങ്കിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നു കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പ്രിൻ്റ് ആൻഡ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇതാ ഇങ്ങനെ അതിൻ്റെ ഒരു അപേക്ഷയുടെ ഒരു ഫോം, അപേക്ഷയുടെ ഒരു പേജ് ഇവിടെ സേവ് ആസ് PDF ആയിട്ട് വരികയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഇവിടെ താഴ്ഭാഗത്ത് താഴെ വരെ ഈ പേപ്പറിൽ ഉണ്ട്, 6 പേജ് ഉണ്ട്. നമുക്കിതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ PDF സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നൽകാവുന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളതിന് താഴ്ഭാഗത്ത് ഇതിൻ്റെ പേര് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പേര് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു ഡിഫോൾട്ടായിട്ടുള്ള പേരുണ്ട്. ആ പേര് നമുക്ക് മാറ്റിയിട്ട് നമുക്കിവിടെ ജനറൽ എക്സാം എന്ന് കൊടുക്കാം. ജനറൽ
എക്സാം ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. 2021 അങ്ങനെ കൊടുക്കാം. സേവ്. ഇപ്പോൾ ഇത് നമുക്ക് സേവായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് പൊതുപരീക്ഷയുടേത് കൂടി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പൊതുപരീക്ഷയുടെ അപ്ലൈ ചെയ്യാനും ഇതേ രീതി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. നമ്മളിവിടെ ബാക്ക് പോയിക്കൊണ്ട് നമുക്കവിടെ ഇതേപോലെ തന്നെ നമുക്ക് ഹോമിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ ബാക്ക് വന്ന് നേരെ മുകളിൽ പോയിട്ട് ഇവിടെ ഹോം എന്ന് കാണാം. എക്സാം ആപ്ലിക്കേഷൻ ആൻഡ് ഫീ പേയ്മെൻറ്റിൻ്റെ അടിയിൽ ഹോം എന്ന് കാണാം. ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയതുപോലുള്ള ഹോമിലെത്തി. ഇതിൽ വീണ്ടും നമ്മൾ ഏറ്റവും താഴ്ഭാഗത്തുള്ള അപ്ലൈ ഫോർ എക്സാമിനേഷൻ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് എക്സാമിനേഷൻ എന്ന് വരുന്ന ഈ സ്ഥലത്ത് നാം പൊതുപരീക്ഷ പബ്ലിക് എക്സാമിനേഷൻ 2022 മാർച്ച് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴ്ഭാഗത്തുള്ള പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ 3 ക്ലാസ്സുകൾ, അതായത് പൊതുപരീക്ഷ ക്ലാസ്സുകളായ 5, 7, 10 +2 ഉണ്ടെങ്കിൽ +2 ഇതിൻ്റെ എല്ലാം സെക്ഷനാണ്. നമുക്കിവിടെ ഏത് ക്ലാസ്സാണ് സെലക്ട് ചെയ്ത് കൊടുക്കാം. 5ാം ക്ലാസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഏഡ് സ്റ്റുഡൻസ് ഫ്രം അഡ്മിഷൻ രജിസ്റ്റർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 19 കുട്ടികൾ ഇവിടെ ഇങ്ങനെ കാണാം. ക്ലിക്ക് ചെയ്തിട്ട് കാണാം. ഇതിലേതെങ്കിലും കുട്ടികൾ ആവശ്യമില്ലാതെ അൺടിക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും വേണമെന്നാണെങ്കിൽ ഇവരെ അൺടിക്ക് ചെയ്യേണ്ടതില്ല, ഇങ്ങനെ തന്നെ നിലനിർത്താവുന്നതാണ്. ഏറ്റവും താഴേക്ക് കൊണ്ടുവന്ന് 19 കുട്ടികളുടെയും പേരിൻ്റെ അടിയിൽ ക്ലോസ്, ആഡ് ആൻഡ് സേവ് എന്നിങ്ങനെ 2 ഐക്കണുകൾ കാണാം. ആഡ് ആൻഡ് സേവ് എന്നത് ബ്ലൂ കളറിലാണ് കാണുന്നത്. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഈ 19 കുട്ടികളെയും നമുക്കിവിടെ അപേക്ഷിക്കാൻ ഉള്ള രീതിയാണ്. ആഡ് ആൻഡ് സേവ് അടിച്ചാൽ. ഇനി ഇതിലൊരു കുട്ടിയെ ഒഴിവാക്കണമെങ്കിൽ ആ കുട്ടിയെ നമ്മൾ അൺടിക്ക് ചെയ്യണമെങ്കിൽ അൺടിക്ക് ചെയ്തുകൊണ്ട് 18 കുട്ടികളാക്കിയിട്ട് വേണമെങ്കിലും ആഡ് ആൻഡ് സേവ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആഡ് ആൻഡ് സേവ് കൊടുക്കുന്നതോടുകൂടി നമ്മൾ 5ാം ക്ലാസ്സിലെ കുട്ടികളെ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ 5ലെ കുട്ടികളൊന്ന് ജസ്റ്റ് നമുക്ക് ആരൊക്കെയാണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താഴോട്ട് നോക്കിയാൽ മതി. ആ കുട്ടികളുടെ പേരുകളൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് ഇനിയും ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ആവശ്യമുണ്ടെങ്കിൽ 5. പിന്നെ 7ാം ക്ലാസ്സും അങ്ങനെ ചെയ്യണമെങ്കിൽ 7. അങ്ങനെ എല്ലാ ക്ലാസ്സും ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഓൾ ക്ലാസ്സസ് എന്ന രീതിയിൽ എടുത്തുകൊണ്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അവിടെ 5, 7, 10 ക്ലാസ്സുകളിലെ മുഴുവൻ കുട്ടികളെയും നമുക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കണം എന്നാണെങ്കിൽ ഇവിടെ പ്രൊസീഡ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ക്ലിക്ക് ചെയ്യാത്ത കാലത്തോളം ഈ കുട്ടികൾ നമ്മൾ അപേക്ഷിച്ചു കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഏതെങ്കിലും കുട്ടികൾ ഒഴിവാക്കണമെങ്കിൽ ഇനിയും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് താഴ്ഭാഗത്തുള്ള പ്രൊസീഡ് ടു സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഡീറ്റെയിൽസാണ്. 5ാം ക്ലാസ്സിൽ നമുക്ക് 19 കുട്ടികളാണുള്ളത്. 7ൽ 17ഉം 10ൽ 7ഉമാണ്. 12ാം ക്ലാസ്സിലൂടെ കുട്ടികളില്ല, ആകെ 43 കുട്ടികളാണുള്ളത് എന്നൊക്കെ കൃത്യമായ കണക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടക്കേണ്ട ക്യാഷും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ താഴ്ഭാഗത്ത് സദർ മുഅല്ലിമിൻ്റെ പേരും അതുപോലെ സെക്രട്ടറിയുടെ പേരും കാണാം. അതിന് താഴ്ഭാഗത്തായിട്ട് നീല കളറിൽ ഒരു ഐക്കൺ സബ്മിറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അതോടുകൂടി പരീക്ഷയുടെ അപേക്ഷ സബ്മിറ്റായി എന്നർത്ഥം. നേരത്തെ നമ്മൾ ജനറൽ വിദ്യാർത്ഥികളുടേത് ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. സക്സസ് എക്സാം ഫീ ആപ്ലിക്കേഷൻ ഫോം ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള ഒരു പിക്ചർ ഒരു ടിക്ക് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഓക്കെ എന്ന് കൊടുക്കുക. അതോടുകൂടി നമുക്കിതിൻ്റെ പ്രിൻ്റ് അല്ലെങ്കിൽ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്ന ഭാഗത്തേക്ക് പോയിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇത് PDF-ലാണ് സേവ് ആവുന്നത്. നമുക്ക് ആവശ്യമായ രീതിയിൽ അതിൻ്റെ പേരുകൾ നേരത്തെ കാണിച്ചു തന്നതുപോലെ മാറ്റാവുന്നതാണ്. അതിനിവിടെ PDF എന്ന പിക്ചറിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. PDF എന്ന ആ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പേര് കൊടുക്കാം. നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ജനറൽ എക്സാം എന്നാണ്. ഇവിടെ നമ്മൾ പബ്ലിക് എക്സാം എന്ന് കൊടുക്കുകയാണ്. ഇതിന് വർഷം 2021 എന്ന് എഴുതി കൊടുക്കുന്നു. അത് കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ സേവ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ 2 ഫയലുകളും നമ്മുടെ PDF ഫയലുകൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്നതോടൊപ്പം പരീക്ഷാ സെക്രട്ടറിയുടെ വശം കൊടുക്കുന്നതോടൊപ്പം
ഇതിൻ്റെ ക്യാഷും അവർ പറയുന്ന അഡീഷണൽ 5 രൂപ കൂടുതലുണ്ടെങ്കിൽ അതും കൊടുത്തുകൊണ്ട് നമുക്ക് ഈ പരീക്ഷയുടെ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മദ്രസയുമായി ബന്ധപ്പെട്ട പരീക്ഷയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സംശയങ്ങളുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.